ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്ലെയിൻ സെറ്റ് കൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് തേച്ചതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഡിസൈനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് വീണ്ടും നമ്മൾ അക്രിലിക് പെയിൻറ്റ് നമുക്ക് ആവശ്യമാണ്, അതുപോലെ സ്പഞ്ച് ഉണ്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അക്രിലിക് കളർ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാൻ ഞാൻ നമ്മുടെ പൊട്ട് ചുവന്ന പൊട്ട് എൻ്റെ ആ ഒരു തീം തന്നെയാണ് ഞാനും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ചുവന്ന കളറ് നല്ല ബ്രൈറ്റ് റെഡാണ് എടുത്തിരിക്കുന്നത്. അക്രിലിക് പെയിൻറ്റിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം ഇതിപ്പോൾ ഞാൻ മുണ്ടാണ് ചെയ്യുന്നത്. അപ്പം മുണ്ടിൻ്റെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ വരുമല്ലോ, അപ്പോൾ ആ ഒരു കരയുടെ അടുപ്പിച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് ഈ പൊട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് കുറച്ചുകൂടി നമുക്ക് സ്ട്രെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തു. പിന്നെ ഇത് ഉണങ്ങാനായിട്ടും കുറച്ച് സമയം എടുക്കും. ഒരു 1 ഡേ ഫുള്ള് ഓവർനൈറ്റ് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് നമ്മളിട്ട് കൊടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമുള്ളൂ പിന്നെ നമുക്ക് വീണ്ടും പ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ഡിസൈൻ യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു പൊട്ട് ഡിസൈൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ എൻ്റെ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഫുൾ ലുക്കേ മാറി. ഭയങ്കര ഒരുപാട് 10 വർഷം മേലെ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു ഭാഗം കഴിഞ്ഞു. മുണ്ടിൻ്റെ അപ്പുറത്തെ കരയുടെ ആ ഒരു സൈഡിലൂടെ ഞാനിത് സെയിം ഇത് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അടിയിൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടിയിലൊരു പേപ്പർ ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ താഴെയൊക്കെ ഇത് പറ്റി ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ സ്പ്രെഡായി പോകും. ഇപ്പോൾ പേപ്പറാണെങ്കിൽ ഈ ഒരു കളർ എക്സ്ട്രാ ഉള്ള പെയിൻ്റ് അങ്ങ് അബ്സോർബ് ചെയ്യും. ആൻഡ് ഡ്രൈ ആകാനും എളുപ്പമുണ്ട്. പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആ പേപ്പർ പൊളിച്ച് മാറ്റിയാൽ മതിയാവും. അപ്പം അങ്ങനെ ആ ഒരു മുണ്ടിൻ്റെ 2 കരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കാനാണ് എളുപ്പമുണ്ട്. പിന്നെ സൂക്ഷിച്ച് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ബാക്കി ഭാഗത്തൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. മെറ്റാലിക് ഗോൾഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ആ സെയിം കളറ്. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് വളരെ ശ്രദ്ധിച്ചിരുന്നിട്ട് വേണം ഈ ഒരു ഗോൾഡൻ കളർ നമുക്കിതിന് പുറമെ ഈ ഒരു വട്ടത്തിന് ബോർഡറായിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈനേഴ്സ് കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ലൈനർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഈ അക്രിലിക് വെച്ചിട്ട് തന്നെ ചെയ്തു. പക്ഷേ ഇത് കുറേ സമയം എടുത്തു കേട്ടോ. കാരണം ഈ ഓരോ ഡോട്ടിനും ഔട്ട്ലൈനായിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കളർ ചെയ്തപ്പോഴത്തേക്കും കുറേ സമയം എടുത്തു കേട്ടോ. നന്നായിട്ട് ഇച്ചിരി സ്ട്രെയിൻ ആയിപ്പോയി ഈ ഗോൾഡൻ കളർ ചെയ്തെടുത്തപ്പോഴേക്കും. പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ വട്ടവും ഈ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2-3 മണിക്കൂറോളം എടുത്തു കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് 2-3 മണിക്കൂർ ഇരുന്നില്ല. ഓരോ പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഈ ചെറിയ വട്ടം ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ആകും. അതുകൊണ്ട് തന്നെ അത്രയും സമയം എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്തത്. ഫൈനൽ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്താണിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ മുകളിലിടുന്ന ഭാഗത്തും അതിൻ്റെ ബോർഡറിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആയതിന് ശേഷം ഈ ഒരു സെറ്റ് നമ്മൾ തിരിച്ചിട്ടിട്ട്, അതായത് പേപ്പർ അടി വെച്ച് ആ പേപ്പർ പൊളിച്ച് കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇതാണ് നമ്മൾ മുകളിൽ വരുന്ന ഭാഗം കേട്ടോ. നമ്മൾ അതിൻ്റെ മുന്താണി ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 2 ബോർഡറിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.